ചേട്ടാ ഇത് ആരോടും പറയല്ലേ ചേട്ടാ. നീ എന്തിനാ പാറമട പോയി നിന്നെ? ചേട്ടാ എനിക്ക് ഒരാളെ ഇഷ്ടമായിരുന്നു, അവനാണെങ്കിൽ വേറൊരാളെ കല്യാണം കഴിച്ചു. അതിന്റെ വിഷമത്തിൽ ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോയതാ. ഇടി നീ എന്ത് പൊട്ടിയടി, ഒരുത്തിൽ ഇട്ടേച്ച് പോയെന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യാൻ? സാധാരണ ഞാൻ ഈ സമയത്ത് നാട്ടിൽ വരുന്നതല്ലേ ലീവിന്. എന്തോ ഭാഗ്യത്തിന് ഞാൻ വന്ന് കയറി നേരെ കാണുന്നത് ഇപ്പോഴും ചാവാൻ നിൽക്കുന്നു. ചേട്ടാ ഇട്ടേച്ച് പോയെന്ന് പറഞ്ഞാൽ ആക്ച്വലി ഞാൻ എൻ്റെ ഇഷ്ടം പറയാൻ ചെന്നപ്പോഴാണ് അയാൾ കെട്ടിപ്പോയത്. അപ്പോൾ ഇതുവരെ നിനക്കവൻ ഇഷ്ടമെന്നുള്ള കാര്യം അവൻ അറിയത്തില്ല. അതെ, അവൻ അതറിയാതെ കെട്ടിയും പോയി അല്ലേ? നിന്റെ വീട്ടുകാരുടെ അടുത്ത് ഇത് പറഞ്ഞാലും ശരിയാവത്തില്ല. ചേട്ടാ ചേട്ടാ പറയല്ലേ ചേട്ടാ. നിന്റെ വീട് എവിടെ? അവളെ തിരിഞ്ഞ അവിടാണല്ലോ. ചേട്ടാ ചേട്ടാ പറയല്ലേ പ്ലീസ് പറയല്ലേ. ഈ പ്രാവശ്യം ഞാൻ ആരോടും പറയുന്നില്ല. ഇനി ഇങ്ങനത്തെ മണ്ടത്തരമൊന്നും കാണിക്കരുത്, മനസ്സിലായല്ലോ? ചേട്ടാ എനിക്ക് ശരിക്കും ആത്മഹത്യ ചെയ്യാൻ പേടിയാ. പിന്നെ അയാൾ കെട്ടിപ്പോയെന്ന് പറഞ്ഞപ്പോൾ ഒന്നും വേണ്ട, ചേട്ടൻ ഇപ്പം എൻ്റെ കൂടെ നടന്നു വന്നില്ലേ, അതുപോലെ ഒരു 10 മിനിറ്റ് നടന്നു വന്നാൽ മതി. സാരമില്ല, ചേട്ടൻ എൻ്റെ വീട്ടിലോട്ട് വരുന്നോ? എൻ്റെ ചേച്ചിയൊക്കെ ഒന്ന് കാണാം. ഇല്ലടി, എനിക്കൊരാളെ കാണാനുണ്ട്. ഇറങ്ങുമ്പോഴത്തേക്കിനും വൈകുന്നേരം ആവും. ഞാൻ നാളെ വരാം, നീ പൊക്കോ. വീണയുടെ വീടല്ലേ? അക്ഷയല്ലേ? അതെ. ആ, വീണ പറഞ്ഞിട്ടുണ്ട്. നാട്ടിലെന്നാ വന്നേ? ഞാൻ ഇന്നലെ രാവിലെ വന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ഇന്നലെ വീണയെ കണ്ടിരുന്നു. വീണയോ? വീണ എവിടെ വെച്ചാ കണ്ടേ? അവളെ വഴക്കൊന്നും പറയല്ലേ. ഞാൻ ഇന്നലെ ആ പാറമടയുടെ അവിടെ വെച്ച് അവളെ കണ്ടേ. അവള് സൂയിസൈഡ് ചെയ്യണോ എന്തൊക്കെയാ പറഞ്ഞിട്ട്. അവളെ കാര്യങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി, ഓക്കെ ആവും. അക്ഷയ്, വീണ മരിച്ചിട്ട് 2 മാസമായി. നിന്നൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അക്ഷയ്. അപ്പോഴാ നിന്റെ കല്യാണം കഴിഞ്ഞെന്നറിഞ്ഞപ്പോഴാ അവള് പാറമട പോയി. എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. ഞാൻ ഇന്നലെ എന്താ? ഒന്നുമില്ല.